അതിനകത്തൊരു കാര്യം കൂടെ നിങ്ങളോട് പറയേണ്ടെന്ന് വിചാരിച്ചാണെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. നമ്മുടെ പൊതുജനം അറിയണം. അവിടെ ഇൻഫിൽട്രേഷൻ ഒരുപാട് നടക്കുന്നുണ്ട്. ഇൻഫിൽട്രേഷൻ നടക്കുന്നത് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് മണിപ്പൂർ. അവിടുത്തെ ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞതാണ്. അവിടുത്തെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടെ നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് പോപ്പി കൃഷി ചെയ്യാനായിട്ട്, പോപ്പി കൾട്ടിവേഷൻ ചെയ്യാനായിട്ട് അദ്ദേഹമാണ് മുൻകൈ എടുക്കുന്നതെന്ന് പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റാത്തതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ പറയാണ്. അവർ പറയുന്നു, ഇതുവരെ നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ വായ തുറന്നിട്ടില്ല ഈ സംഭവത്തെ സംബന്ധിച്ച്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ കൃഷി സമ്പ്രദായത്തെ കുറിച്ച് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ റിപ്പോർട്ടുകൾ വിടുന്നത്. അവിടെ ഫയർ കൾട്ടിവേഷൻ ആണ് കൂടുതൽ നടക്കുന്നത്. ഫയർ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഓരോ മലയിൽ 12 വർഷത്തിലൊരിക്കൽ 12 മാസത്തിലൊരിക്കൽ ആ മല കത്തിച്ചിട്ട് അവിടെ കൃഷി ചെയ്യും. ഒരു 12 മാസത്തേക്കാണ് ആ കൃഷി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒന്നും ചെയ്യല, അടുത്ത മലയിലേക്ക് പോകും. ഈ നശിപ്പിക്കപ്പെടുന്നതെന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ ആളുകൾ കൃഷി ചെയ്യുന്ന ഇടം അവർ തന്നെ കൃഷി എടുത്തതിന് ശേഷം, വിളവെടുത്തതിന് ശേഷം കത്തിച്ച് കളയുന്നതാണ്. അതാണ് ഇവിടെ നമ്മൾക്ക് പോപ്പി കൾട്ടിവേഷനായിട്ട് പറയുന്നത്. ഞങ്ങൾ ആ കാര്യങ്ങളെക്കുറിച്ച് ഇതൊക്കെ നമ്മളും കേട്ടിട്ടാണല്ലോ പോയത്. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ ജിജ്ഞാസാപൂർവ്വം അവരോട് ചോദിക്കുകയും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നേരടിയായി അവരുടെ കൾട്ടിവേഷൻ കാണുകയും ചെയ്തു. അവരുടെ മലകൾ, അവർ കൾട്ടിവേഷൻ ചെയ്യുന്ന രീതികൾ, അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതിനകത്ത് ഏറ്റവും കൂടുതൽ അവര് ഇങ്ങനെയുള്ള ഈ ഡ്രഗ് പ്ലാന്റേഴ്സ് അവർ സഹായം തേടിയിരുന്നു കുക്കീസിന്റെ അടുത്തുനിന്ന്. അപ്പം ഈ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ സാംസ്കാരികമായ അവരുടെ വികസനവും അവരെ അതിൽ നിന്ന് മാറ്റിയിട്ട് അവരെല്ലാം ഇപ്പൊ പച്ചക്കറി, നമ്മുടെ ക്യാബേജ്, ചോളം, ഇതുപോലെയുള്ള നെല്ല്, വലിയ ചെരുവിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വലിയ മലഞ്ചെരുവിൽ പോലും അവര് നെല്ല് വിതറി നെല്ല് കൃഷി ചെയ്യുക. അപ്പൊ ആ കൃഷി രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഈ താഴെ ഈ പോപ്പി കഞ്ച വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന വലിയൊരു വിഭാഗത്തെ അത് ബാധിച്ചു. അപ്പൊ അവർക്ക് ഇപ്പൊ പണി ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. നാഗാസാണ് ഇതിനെ ടോട്ടലി എതിർപ്പാണ്. ഇങ്ങനെയുള്ള ഈ കഞ്ച പോപ്പി കൃഷിക്ക് അവർ ഭയങ്കര എതിരാണ്. താഴെയുള്ള ബിസിനസ്സുകാരെ സംബന്ധിച്ചിട്ട് ഇതുകൊണ്ട് ജീവിക്കുന്നവരാ. ഇപ്പം അതങ്ങ് നിന്നു. ഈ കൊച്ചു മണിപ്പൂരില് ഏകദേശം 1,35,000-ഓളം യുവാക്കന്മാര് ഡ്രഗ് റീഹാബിലിറ്റേഷൻ സെന്ററുകളിലുണ്ട്. അത്രയും ഭീകരമാണ് അവിടുത്തെ അവസ്ഥ. 1,35,000-ഓളം യൂത്ത് ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ട് റീഹാബിലിറ്റേഷൻ സെന്ററുകളിൽ ആ കൊച്ചു മണിപ്പൂരിൽ നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഇംഫാൽ എന്ന് പറയുന്ന സിറ്റിയെ ടോട്ടൽ മണിപ്പൂരിന്റെ 10% ഉള്ളൂ. ആ 10%-നകത്തുള്ള വിവിധ റീഹാബിലിറ്റേഷൻ സെന്ററുകളിലും ഹോസ്പിറ്റലുകളും ഒക്കെ ആയിട്ട് 1,35,000-ഓളം യൂത്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മണിപ്പൂരിന്റെ യൂത്തിന്റെ അവസ്ഥ എന്താണെന്ന്. ഈ ബിസിനസ്, ഈ കൃഷി നടത്താൻ ഇപ്പോൾ ഈ കുക്കികൾ തയ്യാറാവുന്നില്ല. എന്നാൽ ഇവര് താഴെ നിന്നുള്ളവരെ കൃഷി ഈ കഞ്ചയും പോപ്പിയും ചെയ്യാൻ അങ്ങോട്ട് കയറ്റുന്നുമില്ല. ഇതും ഇതിന്റെ അടിസ്ഥാന കാരണങ്ങളുമാണ്.